السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك وسيدنا مولانا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدر ومقدار العظيم. أما بعد، بسم الله الرحمن الرحيم. إن الشيطان لكم عدو فاتخذوه عدوا. صدق الله المولانا العظيم. إن دين الله يسرا. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മോമിനുകളെ, മോമിനാത്തുകളെ, അള്ളാഹുൻ്റെ സുജന്തല്ലേ മനുഷ്യന്മാരെ, ഇന്ന ദീനല്ലാഹി യുസ്ർ. നിങ്ങൾ അള്ളാഹുടെ ദീന് ഭാരി സുലഭ, ആർക്കും കഷ്ടമില്ലത്. അള്ളാഹുടെ ദീന് ഭാരി സുലഭ. ദീൻ്റെ വിഷയം അത് സുലഭമാണ്. അപ്പോൾ എന്താ കൊണ്ടങ്ങ ദീന് സുലഭ അതിനെ കഷ്ടാക്കിടാറ് ശൈത്താൻ നിങ്ങളുടെ ശത്രു. അവൻ്റെ ശത്രുവായിട്ടേ കാണുമെന്ന് ഖുർആൻ ചെന്നു. ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവാ. കണ്ടിത്ത ശൈത്താൻ നിങ്ങളുടെ ശത്രു. അത് കഴിഞ്ഞ് എന്താ നിങ്ങൾ അവൻ്റെ ശത്രുവായിട്ടാക്കണം. നിങ്ങൾ അവൻ്റെ ശത്രുവായിട്ട് നിങ്ങൾ കാണണം, അവൻ്റെ ശത്രുവാക്കണം. അപ്പോൾ അവൻ്റെ ശത്രു അവിടെ അങ്ങനെ അവന് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കാലത്തുള്ള അള്ളാഹുൻ്റെ റസൂലിൻ്റെ എന്നുള്ള ഹാജരായവണ്. അവന് അള്ളാഹുടെ ഓർഡർ പ്രകാരം അവനക്ക് ഹാജരാവൈത്ത്. അപ്പോൾ അവനുടെ ചെന്ന് നിൻ്റെ ശത്രുങ്ങാരെല്ലാണ്ട്. അപ്പോൾ അവൻ്റെ ശത്രുങ്ങൾ അവನು എണ്ണിച്ചെന്ന. അപ്പോൾ നമുക്ക് എന്താവണു, അവൻ്റെ ശത്രുങ്ങാവണം. അള്ളാഹ് ചെന്നത് ഇന്ന ശൈത്താൻ ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവാ. ശൈത്താൻ നിങ്ങളെ ശത്രു കണ്ടിത്ത അവൻ്റെ ശത്രുവെ ആക്കുറു. നിങ്ങൾ ശത്രു ആക്കുറു. അപ്പോൾ അവൻ ചെന്നു ഈ ലക്ഷണ ശൈത്താൻ ചെന്നു. ശൈത്താൻ അവൻ്റെ ശത്രുക്കളുടെ ലക്ഷണം ചെന്നു. അത് ഞങ്ങൾ അല്ലിക്കണം. എന്തിനോ ഒന്നാമത്തെ ലക്ഷണ അവൻ ചെന്ന നീതി ന്യായ മര്യാദയിൽ ആടൽത്താക്കടോ അങ്ങാണ് ചെന്നെങ്കിൽ ആടൽത്തക്കാരന് ദിവസമാണ് പലരുടെ ഉസ്താദ് ആറായത്തൊരു ആടൽത്തുകാരാണ്. അതുപോലെ പലരുടെ പദാധികാരികൾ അങ്ങനെ നീതി ന്യായ മര്യാദയിലിക്കണം എല്ലാ വിഷയത്തിനും. അപ്പം എന്താണ്, ശൈത്താൻ്റെ ശത്രുവാകും. പിന്നെ തവാലുള്ള പൈസക്കാർ ആറിൽ തവാലുണ്ട്. തവാലിന് വിനയാൻവിത്തായിട്ട് കിടാറ്. എത്ര പേര് പൈസക്കാരത്തെ ഇങ്ങനെ കിടാറ്. ഭാരി കിബിരില്ലല്ലേ, അഹങ്കാരം ചെല്ലതില്ല. അപ്പം അങ്ങ് ശൈത്താൻ്റെ ശത്രു ആവിടാറ്, അള്ളാഹുടെ മിത്ര ആവിടാറ്. പിന്നെ നേർച്ചുള്ള ബാണ്യകാരം എല്ലാത്തിനും നേരെ നല്ലതും ಬೆಳಕು ಮಿಕ್ಸ್ ಹಾಕಿಲ್ಲ. ಅವನು ಆರ್ಗೂ ಡೋಂಗಿ ಹಾಕಿಲ್ಲ, ದಗಲ್ಬಾಜ್ ಹಾಕಿಲ್ಲ. എല്ലാത്തിലും നേര് ചൊല്ലോ ബാണ്യകാര. നാല് ആഖിറിൽ സിദ്ദീഖ് നബിമാരുടെ ശുഹദാക്കന്മാരുടെ കിടാറ് അള്ളാഹ് ചെന്നു. അത് ശൈത്താൻ ചെല്ലണ്ട അങ്ങനെ നല്ല നേരെ ചൊല്ലുന്ന ബാണ്യാക്കളുണ്ട് നമ്മുടെ ശത്രു. അപ്പോൾ എന്താവണം, അങ്ങനെ അവൻ്റെ ശത്രു ആക്കിയിരുന്നെങ്കിൽ അവൻ ചെന്ന് അവൻ ചെന്ന് ആ പോയിന്റിൽ അങ്ങയിക്കണം. പിന്നൊന്ന് അള്ളാഹുടെ പേടിക്കണം. ആലിമും അള്ളാഹുടെ എല്ലാവരും പേടിക്കണം. ആലിം പേടിച്ചിട്ടെങ്കിൽ അതൊരു മാതിരി യോഗ്യ. അതുകൊണ്ട് എല്ലാവരും എന്താക്കടാറ്, ആലിമിനെ ഫോളോ ആക്കടാറ്. അതുകൊണ്ട് അള്ളാഹുടെ പേടിക്കണം. എല്ലാം രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഗുട്ടിലും റട്ടിലും എപ്പോഴും അള്ളാഹുടെ പേടിയുള്ളൂ ആലിമു ശൈത്താൻ്റെ ശത്രു. അതുകൊണ്ട് എന്താവണം, അള്ളാഹുടെ ശൈത്താൻ്റെ ശത്രു ആവണം, അള്ളാഹുടെ മിത്രാക്കണം. പിന്നെ എല്ലാവർക്കും നല്ലമേ ആവട്ടെ എന്ന് കൽബുലുള്ള മുഅ്മിനായ മനുഷ്യ, അവനും ശൈത്താൻ്റെ ശത്രു. അത് ഞങ്ങൾ അല്ലിക്കണം. എല്ലാവർക്കും നല്ലമേ ആവട്ടെ, എല്ലാവർക്കും ഹൈരാവട്ടെ, എല്ലാവരും സന്തോഷമാവട്ടെ, എല്ലാവരും നരകത്തുക ഹറാമാവട്ടെ, സ്വർഗ ഫർലാവട്ടെ. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ വിഷയവും എന്താവട്ടെ, നല്ലമേ ആവട്ടെ എന്ന് ഇക്കണം. പിന്നെ ഒന്നെന്തോ എല്ലാവരുടെ കിർഫ കാട്ടോ മോമിൻ, എല്ലാവരുടെ കിർഫ ഇക്കണം. കിർഫ എല്ലാവരുടെ കൊണ്ട് എന്തെങ്കിലും തപ്പ് കണ്ടിട്ട് ഹറാമായ സ്വർഗം കണ്ടിട്ടെങ്കിൽ നിദാനത്തെങ്കിലും വിളിച്ചല്ലോ കൈ ഉണ്ടാവണം, താക്കത്തിക്കണം. അപ്പോൾ അതിനടുത്ത് എന്തോ ശൈത്താൻ്റെ ശത്രു അള്ളാഹുടെ നല്ല പിരിച്ചു വെച്ചിട്ടുള്ള അലാമത്ത്. അതുകൊണ്ട് എല്ലാവരുടെ കിർഫ കാട്ടണം. പിന്നെ ഏത് ദോശ പറട്ട് പറയാണ്ടിക്കട്ടെ, എപ്പം തോബ ചെയ്ത് ദോശ വന്നോണ്ടിരിക്കട്ടെ എല്ലാവരും.
അതുകൊണ്ട് എന്താക്കണം, എപ്പം തോബ ചെയ്യണ മനുഷ്യന്മാർ ശൈത്താൻ്റെ ശത്രുവാക്കി ഇറങ്ങുക. അള്ളാഹ് ഖുർആൻ ചെന്ന പോലെ. പിന്നെ ഹറാം പറയാത്ത പോലെ ജാഗ്രത ആക്കട്ടെ. എല്ലാ ഹറാം ആഹാരത്തിലും ബാക്കി അള്ളാഹ് ഹറാമാക്കി എല്ലാ സ്ഥലത്തും പറയാത്ത പോലെ ജാഗ്രത ആക്കണങ്ങ. ശൈത്താൻ്റെ ശത്രുങ്ങ അങ്ങനെന്താക്കിയ ശൈത്താൻ്റെ ശത്രുവായിട്ടേ അള്ളാഹ് ഖുർആൻ ചെന്ന പോലെ ശത്രുവാക്കി ഇറങ്ങാം. പിന്നെ 4 ഉളുവോട് കൂടിക്കൂടെ അവർക്ക് ടേസ്റ്റ് അത് ഭയങ്കര ശൈത്താനുക്ക് അരസുള്ള സ്വറ. അതുകൊണ്ട് കൈയുടെ പരമാവധി ഉളുവിലേക്ക് എന്താക്കണം, ശ്രമിക്കണം. ശൈത്താനുക്ക് ഭയങ്കര അർസ, അള്ളാഹു ഭയങ്കര പെരുസ, ശുദ്ധി നഗരം. പിന്നെ ദാനധർമാക്കടങ്ങോട്ടും ആർക്ക് ശൈത്താനുക്ക് ഭയങ്കര അർസ, അള്ളാഹു ഭയങ്കര പെരുസ. ദാനധർമാക്കടങ്ങ് ഭയങ്കര കഞ്ചൂസ് അക്കടങ്ങോട്ട് അള്ളാഹ് അർസ, ശൈത്താനുക്ക് ഭാരി പെരുസ. മങ്ങിലത്ത് വന്നാർ ആരെങ്കിലും കേൾക്കും, വന്ന് കൊടുത്തത്ര 20 പോകണം. അവൻ ആരട്ടോ പെരുസ, ശൈത്താനുക്ക് ഭാരി പെരുസ കൊണ്ടിട്ടു. പിന്നെ അള്ളാഹു ഭയങ്കര അർസ. പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും നല്ല സ്വഭാവത്തിൽ പെരുമാറും, നല്ല സ്വഭാവം. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ആർക്കും ഉപദ്രാവാണ്ടിക്കട്ട് എന്നുള്ള കൽവോട് കൂടി ഞങ്ങളെ കൊണ്ടാരും ഉപദ്രാവത്തല്ല, ഞങ്ങളെ കൊണ്ടാരും ബേജാറാവത്തല്ല, ഞങ്ങളെ കൊണ്ടാരെ താത്താത്തവല്ല, ചെന്നെങ്കിൽ ആരെ ഇൻസൾട്ട് ആക്കാത്തവല്ല. ആരും ഇതില്ല, എല്ലാവരും പുകലിലുണ്ട്, വേറെ സ്വരമില്ല. അങ്ങനത്തെ സ്വഭാവം നമ്മൾ ഇന്നെങ്കിൽ ശൈത്താൻ്റെ ശത്രുവാക്കിയാണ് 4ാമത്. അതുകൊണ്ട് ശൈത്താൻ്റെ ശത്രുവാക്കണം, 4ാമത് നല്ലിക്കണം. പിന്നെ മനുഷ്യന്മാരെല്ലാവർക്കും ഉപകാരപ്പെടും. അത് അള്ളാഹു ഭയങ്കര പെരുസ, ശൈത്താൻ ഭയങ്കര രസം. പിന്നെ തീരത്തേക്ക് ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതും. ഇനി ഓതുക ഇല്ലാണ്ടിട്ട് കുൽ ഹു അല്ലാഹു സൂറത്തേക്ക് അതുകൊണ്ട് അർസ പറഞ്ഞിട്ട് കുല്യാൽ കാഫിറൂന കുൽ ഹു അല്ലാഹു കുല്യാൽ കാഫിറിന് ഓതുറങ്ങ അങ്ങനെ എന്തായാലും കാഫിറാവില്ല ഒരു കാലത്തും. കുൽ ഹു അല്ലാഹു ഓതുറങ്ങ അങ്ങനെ ഈമാൻ ഇങ്ങനെ അറിയാണ്ടിക്കിട്. അപ്പോൾ ആ ശൈത്താനുക്ക് ഭയങ്കര അർസുള്ള സുറജേണ്ടത് അത് എന്തെങ്കിലും ധാരാളം ഓതിയിട്ട് ഖുർആൻ ഓതുന്ന പാട്ടിയാവിടും. അപ്പോൾ ശൈത്താൻ്റെ ശത്രുവാക്കിയിട്ടാണ് അർത്ഥം. പിന്നെ എല്ലാവരും വറക്കലിക്കുമ്പോൾ ജാവ് എണിക്കറോ ശൈത്താന് ഭാരീ അർസ. തഹജ്ജുദ് നിസ്കരിക്കാൻ ആരും വിട്ടില്ല, ആരെണിക്കിടാറ് അങ്ങ അള്ളാഹുടെ സന്തോഷാക്കിയിട്ട് അർത്ഥം. ശൈത്താൻ്റെ ഭയങ്കര ശത്രുവാക്കിയിട്ട് ആ ശത്രു ശൈത്താൻ്റെ എന്താണ് ശത്രുവാണ്. ആ ശത്രുവാകും എല്ലാവരും എന്താകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ചെന്ന പോലെ അള്ളാഹുടെ കൈയുടെ പരമാവധി അള്ളാഹു ഇഷ്ടപ്പെട്ടതെല്ലാം ആരാകൂടെ ശൈത്താൻ്റെ ശത്രുവായിട്ടേ കാണുള്ള ആ വലിയ മഹാഭാഗ്യം നമ്മൾ പ്രദാനം ചെയ്യും. റഹ്മാൻ വാഹൃദാവ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.